തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിന് ടി.വി.കെയ്ക്ക് മുന്നിൽ പ്രതിസന്ധി ഒഴിയുന്നു. പിന്തുണ പ്രഖ്യാപിച്ച CPI-യും CPIM-ഉം VC-ക്ക് തീരുമാനം ഉടൻ. വിജയ് ഇന്ന് വീണ്ടും ഗവർണറെക്കാളും ലോക്സഭയിൽ കോൺഗ്രസിനൊപ്പം ഇരിക്കില്ലെന്ന് DMK. സ്പീക്കർക്ക് കത്ത് നൽകി കനിമൊഴി MP. പശ്ചിമ ബംഗാളിൽ സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയാകും. തീരുമാനം BJP പാർലമെന്ററി പാർട്ടി യോഗത്തിൽ. സത്യപ്രതിജ്ഞ നാളെ. ബംഗാളിൽ BJP മുഖ്യമന്ത്രി ഉണ്ടാകുന്നത് ചരിത്രത്തിലാദ്യം. കവി സച്ചിദാനന്ദൻ സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. രാജി ഭരണമാറ്റത്തിന്റെ ഭാഗമെന്ന് സച്ചിദാനന്ദൻ. വൈസ് പ്രസിഡന്റ് അശോകൻ ചെറുവിലും രാജിവെച്ചു. ഇടുക്കി നെടുങ്കണ്ടത്ത് അമ്മയെയും സഹോദരനെയും കൊന്ന സജി പിതാവിനെയും കൊന്നുവെന്ന സൂചന. വീട്ടുപറമ്പിൽ നിന്നും അസ്ഥിയുടെയും വസ്ത്രത്തിന്റെയും ഭാഗങ്ങൾ കണ്ടെത്തിയത് സജിയുമായി നടത്തിയ തെളിവെടുപ്പിൽ. സജിയുടെ പിതാവ് മാത്യുവിനെ കാണാതായത് 8 വർഷം മുമ്പ്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഒരുക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ച് KSRTC. നാളെ മുതൽ ടിക്കറ്റിൽ സ്ത്രീയോ പുരുഷനോ എന്ന് രേഖപ്പെടുത്തും. ഉത്തരവിറക്കി KSRTC. നടപടി സ്ത്രീ യാത്രക്കാരുടെ എണ്ണം അറിയിക്കുക എന്ന ലക്ഷ്യത്തോടെ. മുഖ്യമന്ത്രി ചർച്ചകൾക്കായി നേതാക്കൾ ഡൽഹിയിലേക്ക്. VD സതീശൻ, രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ് എന്നീ നേതാക്കൾക്ക് നാളെ ഡൽഹിയിലെത്താൻ ഹൈക്കമാൻഡ് നിർദ്ദേശം. ഹൈക്കമാൻഡിന് റിപ്പോർട്ട് സമർപ്പിച്ച നിരീക്ഷകർ പരിഗണിച്ചത് 3 ഘടകങ്ങൾ. മുഖ്യമന്ത്രി പ്രഖ്യാപനം മറ്റന്നാളെന്ന സൂചന. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിൽ പോരുമുറുകുന്നു. കോട്ടയത്ത് VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് ദേഹത്ത് പെട്രോൾ ഒഴിച്ച് കോൺഗ്രസ് പ്രവർത്തകന്റെ ആത്മഹത്യാശ്രമം. ഫ്ലെക്സ് യുദ്ധവും മുറുകുന്നു. തലസ്ഥാനത്ത് KC വേണുഗോപാലിന്റെ ഫ്ലെക്സിൽ കരിയോയിലൊഴിച്ചു. VD സതീശനെ അനുകൂലിച്ച് തലസ്ഥാനത്തുൾപ്പെടെ ഇന്നും ഫ്ലെക്സ് ബോർഡുകൾ. രമേശ് ചെന്നിത്തലയ്ക്ക് അഭിനന്ദനവുമായി ഇടുക്കി അടിമാലിയിലും മാങ്കുളത്തും ഫ്ലെക്സുകൾ. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ വേനൽ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ നിന്ന് മഞ്ഞ മുന്നറിയിപ്പ്. നാളെ മഞ്ഞ മുന്നറിയിപ്പ് 9 ജില്ലകളിൽ. തെക്കൻ കേരള തീരത്തോട് ചേർന്ന് ചക്രവാത ചുഴി.